പ്രധാന സേവകൻ തിരുവനന്തപുരത്തെത്തി. സംസ്ഥാനത്തെ ഇളക്കി മറിച്ചുകൊണ്ടാണ് റോഡ് ഷോ ഒക്കെ നടന്നത്. ആവേശത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ. മോദി എവിടെ എത്തിയാലും അങ്ങനെ തന്നെയാണ്. ജനങ്ങൾക്ക് ഇദ്ദേഹത്തെ കാണാൻ വല്ലാത്തൊരു ആഗ്രഹമാണ്. വരുമ്പോ തന്നെ ഒരു മുഖം നോക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം. ഫോണിൽ കൂടെ നോക്കിയാൽ നമുക്ക് വരെ കിട്ടും. ആ തരത്തിലേക്കാണ് മോദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഇപ്പൊ തിരുവനന്തപുരത്തെത്തി. വി രാജേഷിനെ കയറ്റിയില്ല എന്ന് പറയുന്നു. വി രാജേഷ് എയർപോർട്ടിൽ പോയില്ല. അങ്ങനെ പല വിവാദങ്ങളും അതിനിടയ്ക്ക് കത്തി പലരും പടർത്തുന്നുണ്ട്. എന്തായാലും വി രാജേഷ് അടക്കം വേദിയിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്, ഗവർണറുണ്ട്, RC ഉണ്ട്, എല്ലാവരും ഉണ്ട്. രാഹുൽ ഗാന്ധിയെ പോലെ അല്ല, ഇരിക്കുന്നവരെല്ലാവരുടെയും പേര് പറഞ്ഞ് അവർക്ക് കൊടുക്കേണ്ട ബഹുമാനമൊക്കെ കൊടുത്ത് കൃത്യമായി തന്നെയാണ് മോദി പരിപാടി തുടങ്ങിയത്. മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഈ വേദിയിൽ ഉണ്ടായിരുന്നു. ആ കാര്യത്തിലാണ് ഇപ്പോൾ ആളുകൾ ഞെട്ടിധരിച്ചിരിക്കുന്നത്. ആരാണ് ആ സുഹൃത്ത്? എന്താണ് അവർ തമ്മിലുള്ള ഒരു ആഴത്തിലുള്ള ബന്ധം? മോദിയുടെ ഒറ്റ സുഹൃത്തുക്കളാണ് നമ്മളെല്ലാം. അതാണ് മോദിയുടെ ഒരു വിജയം. കാരണം മോദി വരുമെന്ന് പറയുമ്പോഴത്തേന് ആൾക്കാർക്ക്, രാഷ്ട്രീയത്തിനെപ്പോഴും ആൾക്കാർക്ക് ഒരു വല്ലാത്ത ആവേശമാണ്. പിന്നെ മാത്രമല്ല, ഈ മോദി ഒരു വല്ലാത്തൊരു ഓറയുള്ള മനുഷ്യനാണ്. ഈ കഴിഞ്ഞ ദിവസമായി ഇന്ന് മോദി വന്നു. ഞാൻ ഒരാൾ വന്നിട്ട് പോയിരുന്നല്ലോ, നിങ്ങൾ കണ്ടില്ലായിരുന്നു? ബംഗാളി തിരിച്ചേറ്റി വിട്ടു. ഇവിടുന്ന് അദ്ദേഹത്തിന് മഹാപഞ്ചായത്തിന് വന്ന് ഇവിടെ ഒരുമാതിരി അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള രീതിയിലേക്ക് എല്ലാം സെറ്റ് ചെയ്ത്, നേതാക്കന്മാരെ എല്ലാം സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു ഒരുക്കത്തിൽ വന്നു, നാട്ടുകാർക്കൊരു പ്രതീക്ഷ ഉണ്ടാക്കി. അദ്ദേഹം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇവിടെ വന്നു. അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥത്തിൻ്റെ തുടക്കമായിരുന്നല്ലോ പറഞ്ഞ കഴിഞ്ഞ ദിവസം. ഒരു ബംഗാളിയുടെ ഒറ്റ ചോദ്യം അന്നേരെ വന്ന വഴിക്ക് പുള്ളി ഓടി. കാരണം ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, അല്ലാതെ ഒരു ചോദ്യം പോലും ചോദിക്കരുത് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടത്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതല്ല. ചിലർക്ക് ഇതൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ട് വന്നിട്ട് കാര്യമില്ല. ഉള്ള കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇതും അദ്ദേഹം വന്നിരിക്കുകയാണ്. ഇന്നിപ്പം തിരുവനന്തപുരത്ത് വന്നു. ഒരുപക്ഷെ BJPയുടെ ഈ ദേശീയ കേരളത്തിലെ അധ്യക്ഷൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ തരുകയാണെങ്കിൽ ഞങ്ങൾ മോദിയെ വന്ന് അവിടുത്തെ വികസനത്തെപ്പറ്റി സംസാരിപ്പിക്കും. മോദി വരുന്ന ചടങ്ങിൽ കേരളത്തിന് കണ്ടമാനം വികസന പദ്ധതികൾ ഉണ്ടാകും. ഇതൊരു വല്ലാത്ത തുടക്കമായിരിക്കും. നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കണം. വിശ്വസിച്ചു. അപ്പോൾ മോദി വന്നു. ഇപ്പം റോഡ് ഷോ ഉൾപ്പെടെയുള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് രാവിലെ തൊട്ടുള്ള ഒരു വാർത്ത എന്താണെന്ന് അറിയോ? വി രാജേഷിനെ ഒഴിവാക്കി. വി രാജേഷ് അല്ല സ്വീകരിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് ഇവിടുത്തെ 24 ഉൾപ്പെടെ മെയിൻ ചാനലുകൾ. അപ്പോൾ എന്തുകൊണ്ട് വി രാജേഷ് ഇപ്പം അങ്ങനെയാണോ ഇങ്ങനെയാണോ? മേയർ ഊട്ടി ഉൾപ്പെടെ ഉള്ളപ്പോൾ മേയർ ഊട്ടി അല്ലേ ചെന്ന് സ്വീകരിച്ചത്? അത്രത്തോളം വരുന്നില്ലേ? വി രാജേഷ് ഇതുവരെ പറഞ്ഞിരുന്നത് ഇനിയും പ്രധാനപ്പെട്ട ഒരു നഗരസഭയിൽ ഇനി പ്രധാനപ്പെട്ട ആൾ വന്നാലും സ്വീകരിക്കാൻ മേയറല്ലേ ഉണ്ടാവുന്നത്, അങ്ങനെയാണല്ലോ എൻ്റെ പ്രോട്ടോക്കോൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ വി രാജേഷ് മറുപടി പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ വേറെ 2 പരിപാടിക്ക് പോകുന്നതിന് വേണ്ടി ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ പരിപാടിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ വാഹന വ്യൂഹത്തിനകത്ത് പെട്ട് ഒരുപക്ഷെ എനിക്കങ്ങ് ചെല്ലാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. അങ്ങനെ അദ്ദേഹം പോകുമ്പോൾ ഇവിടെ ആർക്കും അതിൻ്റെ ഇടയ്ക്ക് കയറാൻ പറ്റത്തില്ല. നേരത്തെ ഒരു മേയർ വെടികൊണ്ട് ആവേണ്ടതായിരുന്നു. വേറെ ദോഷത്തിൻ്റെ കയ്യും കാലും വെച്ചൊരു സാധനം ഉണ്ടല്ലോ, മേയർ ഊട്ടി. അപ്പോൾ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിനകത്ത് തള്ളിക്കയറ്റി. എന്തായാലും ഭാഗ്യം കൊണ്ടാണ്. ഇതുപോലെ കാണും പ്രധാനമന്ത്രിയുടെ കയറി കഴിഞ്ഞാൽ പിന്നെ നോട്ടമൊന്നുമില്ല. വിത്തിയ പടവായനെ മനസ്സിലായില്ലേ? ഫ്രെയിം ചെയ്ത് വെക്കാറുന്നില്ല മേയർ ഊട്ടിയെ. അപ്പം ആ സമയത്ത് ഇദ്ദേഹം പോയി. അപ്പം ഇതിനകത്ത് ഇതിനെല്ലാം ഉത്തരം തരുന്ന ഒരു കാര്യമാണ്. കാരണം പ്രധാനപ്പെട്ട ഒരു സുഹൃത്ത് എന്നുള്ളത്. ഇപ്പം അദ്ദേഹം ഇവിടെ വന്ന് പ്രസംഗം തുടങ്ങി. മലയാളത്തിൽ നമസ്കാരമൊക്കെ പറഞ്ഞ് പ്രസംഗം തുടങ്ങിയിട്ടതിന് ശേഷം ഓരോ ആൾക്കാരെയും പേരെടുത്ത് പറയുകയാണ്. അപ്പോൾ പേരെടുത്ത് പറയുമ്പോഴും നമ്മൾ പറയുന്നത്, കഴിഞ്ഞ ദിവസം പേരെടുത്ത് പറഞ്ഞതിനകത്ത് ദേശീയ നേതാവ്, വർക്കിംഗ് കമ്മിറ്റി അംഗം, ഇൻ്റർനാഷണൽ ലെവലിൽ അറിയാവുന്ന തരൂരിൻ്റെ പേര് എടുത്ത് പറഞ്ഞിട്ടില്ല. ഈ കോൺഗ്രസിൻ്റെ അതിൻ്റെ കൂട്ടിക്കലർത്തിയാണ് പറയുന്നത്. 2 പേരും പ്രേക്ഷകർ നമ്മൾ പറയുന്ന കാര്യത്തിനകത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയാണ് ഇപ്പം ഈ പറയുന്ന പരിപാടിക്കകത്ത് തരൂരിൻ്റെ അവിടെ പാർട്ടിയുടെ പരിപാടി, അതിനകത്ത് തരൂരിൻ്റെ പേര് പറഞ്ഞില്ല, രമേശ് ചെന്നിത്തല പേര് പറഞ്ഞില്ല. അദ്ദേഹം ഇവിടെ വന്നിട്ട് ചില അജണ്ടകളുമായിട്ട് പോയി എന്ന് വേണം കരുതാൻ. പിന്നെ ഒരു ബംഗാളി അദ്ദേഹത്തെ തിരിച്ചു വിടുകയും ചെയ്തു. ഒറ്റ ചോദ്യം കൊണ്ട് പുള്ളി ആ പഞ്ചായത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി തിരിച്ച് ഡൽഹിയിലേക്ക് പോയി. ഒറ്റ ചോദ്യം. അതിന് മറുപടി നിസ്സാരമായിരുന്നു. ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും കിട്ടും. അത് പിന്നെ അവിടെ കിട്ടും. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു. ബഹുമാനപ്പെട്ട ഗവർണറെ ആദ്യം അഭിസംബോധന പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു വർഷം അത് കഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രിയായിരിക്കും. 3ാമത് വി രാജേഷിൻ്റെ പേരാണ്. വി രാജേഷിന് പോലും കോരിത്തെരിച്ചു പോയിട്ടുണ്ടാകും മോദിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അതായത് തിരുവനന്തപുരത്തിൻ്റെ അഭിമാനം, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ മേയർ, എൻ്റെ പഴയകാല സുഹൃത്ത്. കാരണം അത് പറയുമ്പോൾ തന്നെ തീർന്നില്ലേ കാര്യങ്ങൾ.
രാജേഷിനെ ഒഴിവാക്കിയെന്ന് രാവിലെ വാർത്ത കൊടുത്തവർക്ക് വാർത്ത തിരുത്തി കൊടുക്കേണ്ടതായിട്ട് വരത്തില്ലേ? രാജേഷിനെ ഒഴിവാക്കിയതല്ല, രാജേഷ് മാറി നിന്നതാണ്. ഒരുപക്ഷെ പ്രധാനമന്ത്രി പോലെയുള്ള ആൾക്കാരുടെ പ്രോട്ടോകോൾ വെച്ചിട്ട്, അവരുടെ സുരക്ഷ വെച്ചിട്ട്, അവരുടെ പരിപാടിക്കകത്ത് ടൈം ലിമിറ്റ് വരും. ഈ ടൈം ലിമിറ്റിനകത്ത് എത്ര പേര് വരണം, സംസാരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പോലും പ്രധാനമന്ത്രിയുടെ ഓഫീസും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ സംവിധാനവും ഇത്തരത്തിൽ വലിപ്പത്തിലുള്ള. അപ്പോൾ ഇതിനകത്ത് 22 പേര് വരുന്ന, അല്ലെങ്കിൽ വിമാനത്താവളത്തിൽ വരുമ്പം സ്വീകരിക്കാൻ അത്രയും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉണ്ടാകുന്നു, സൈനിക മേധാവികൾ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ ഗവർണർ, അവരൊക്കെ ഉണ്ടാവേണ്ടവരവിടെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ നാളെ കാലത്തെ പണി കാണത്തില്ലല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് വന്നപ്പോൾ വി രാജേഷ് ഈ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അദ്ദേഹം അവിടുന്ന് മാറിയിരുന്നു. എനിക്ക് പാർട്ടിയുടെ 2 പേർ, അല്ലെങ്കിൽ പാർട്ടി പരിപാടിയുണ്ട് പുത്തരിക്കണ്ട മൈതാനത്തിന്, അതിനകത്ത് പ്രധാനപ്പെട്ട അദ്ദേഹത്തിന് പങ്കെടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു BJP-കാരൻ എന്ന് പറയുമ്പോൾ ഔദ്യോഗിക പരിപാടികൾക്കപ്പുറം പാർട്ടി പരിപാടിക്കകത്ത് പങ്കെടുക്കണം. അതാണ് മോദി കാണിച്ചു കൊടുക്കുന്ന കാരണം. മോദി പണ്ട് ഈ ട്രംപ് വിളിച്ചപ്പം, നമ്മുടെ GN ഉച്ചകോടി കഴിഞ്ഞ് ട്രംപ് വിളിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വന്ന് പറഞ്ഞു, ഇല്ല എനിക്ക് സമയമില്ല, എനിക്കാണെങ്കിൽ ഇവിടെ അന്നിവിടെ ഇലക്ഷൻ പ്രചരണമായിരുന്നു, ഇവിടെ ബീഹാറിൽ, അവിടെ വന്ന് പുള്ളി പ്രസംഗിച്ചപ്പോൾ അതിനെക്കാട്ടി വലിയ ട്രംപും കുമ്പൊന്നും അല്ലേ, എനിക്കിവിടെ ഇലക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിന് പറഞ്ഞു. അതേ രീതിയിൽ ഇപ്പം ഈ പുത്തരിക്കണ്ടി മൈതാനത്തിലോ അല്ലെങ്കിൽ മറ്റ് ഈ പരിപാടികളിലോ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തെ ഇഴത്തി കാണിക്കാൻ വി രാജേഷിനെ അല്ലെങ്കിൽ ട്രംപ് വരുന്നിടത്ത് സ്വീകരിക്കാൻ പാർട്ടി ട്രംപ് അല്ല, മോദി വരുന്നിടത്ത് സ്വീകരിക്കാൻ പാർട്ടി അനുവദിച്ചില്ല, അല്ലെങ്കിൽ അയാളെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഇഴത്തി കാണിക്കാൻ. കാരണം ഇതിനകത്ത് ഒരു രാഷ്ട്രീയം ഉണ്ടാക്കി ഇതിൻ്റെ ശോഭ കെടുത്താൻ ശ്രമിച്ചപ്പോൾ അതിനകത്ത് അയാളെ പ്ലേസ് ചെയ്ത ഒരു നരേന്ദ്രമോദിയാണ് പറഞ്ഞത്, എൻ്റെ പഴയകാല സുഹൃത്തായിട്ടുള്ള വി രാജേഷ്. രാജേഷിന് പോലും തല പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നിക്കണം. എവിടെ അദ്ദേഹത്തിൻ്റെ പഴയകാല സുഹൃത്തോ എന്നുള്ള കണ്ടിതുപോലെ പരിചയപ്പെടുത്തിയ ഒരു നേതാവുണ്ട്, അല്ലെ വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞൊരു നേതാവുണ്ട്. നമുക്കറിയാം അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. ആര്? ഈ പറയുന്ന സുരേഷ് ഗോപിയെ തൃശ്ശൂർ വന്നപ്പോൾ ഇതുപോലെ കേരളത്തിൻ്റെ ജനതയോട് പരിചയപ്പെടുത്തി. സുരേഷ് ഗോപി എന്ന് പറയുന്ന എനിക്കറിയാവുന്ന മനുഷ്യസ്നേഹി, എനിക്ക് വേണ്ടപ്പെട്ടവൻ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ നിങ്ങൾ സ്വീകരിക്കണം, സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തെ നിങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്താൽ ഞാൻ ശുപാർശ ചെയ്യുന്നു, നല്ലതാകും. നിങ്ങൾക്ക് കൂടുതൽ സേവനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടത്തക്ക രീതിയിലേക്കുള്ള ഒരു പരിഗണന അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുണ്ടാകും, എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അദ്ദേഹം ജനം കേട്ടല്ലോ, അവിടുത്തെ ജനം. അവിടെ BJP ഒന്നും വലുതായിട്ടുണ്ടായിട്ടൊന്നും അല്ല. സുരേഷ് ഗോപിയെ തിരിച്ചറിഞ്ഞു, മോദിയുടെ വാക്ക് വിശ്വസിച്ചു. മോദി സുരേഷ് ഗോപിക്ക് എത്രത്തോളം വലിപ്പത്തിലുള്ളവനാണ് എന്ന് അല്ലെങ്കിൽ മോദി തന്നെ മനസ്സിലാക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് വന്നത്. കാരണം നിർമ്മല സീതാരാമൻ്റെ മകളുടെ കല്യാണത്തിന് പോയിട്ടില്ല, ധനകാര്യമന്ത്രിയുടെ. കാരണം മനഃപൂർവ്വം പോകത്തൊന്നുമില്ല. അപ്പോൾ അവിടെയും അദ്ദേഹം നോക്കിയത് അവിടെ BJP ഉണ്ടാവണം, ഞാൻ അവിടെ ചെന്നാൽ ആ കല്യാണത്തിന് പങ്കെടുത്താൽ, അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള അടുപ്പം അത്രയും ഉണ്ടെന്നുണ്ടായാൽ അവിടുത്തെ ജനം എന്നോടുള്ള വിശ്വാസ്യതയും കൂടെ കൂട്ടിവെച്ച് സുരേഷ് ഗോപി അവിടെ ജയിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അവിടെ നിന്നൊരു BJP MP ഉണ്ടാകും. ആ BJP MPയെ നമ്മൾ കേരളത്തിൻ്റെ വികസനത്തിന് വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് എന്നുള്ളത് ബോധ്യമുള്ളത് കൊണ്ടാണ് മോദി അവിടെ വന്നത്, മോദി അതിനകത്ത് പങ്കെടുത്തത്. മോദിയുടെ ആ വാക്ക് തൃശ്ശൂർക്കാർ ഏറ്റെടുത്തു, ജാതിമത ഭേദമന്യേ ഏറ്റെടുത്തു. നോക്കിയപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് പോലും ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് ഓട്ടമുണ്ടായിരുന്നു. അപ്പോൾ മുസ്ലിങ്ങൾക്ക് മോദിയോടും BJP-യോടും വെറുപ്പില്ലല്ലോ. ഈ പറയുന്ന പോലെ ക്രിസ്ത്യാനി ചെയ്തു, എല്ലാവരും ചെയ്തു. അപ്പോൾ ഇവിടെയും അതാണ് ഈ പറയുന്നത് ഈ പറയുന്ന വി രാജേഷിനെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ വികസനം ഉണ്ടാക്കും BJP. അതിന് വികസനമുണ്ടാക്കാൻ BJP ഏൽപ്പിച്ചിരിക്കുന്ന കോർപ്പറേഷൻ്റെ തലവൻ വി രാജേഷാണ്. അയാൾ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്, അയാളെ നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുക. അയാളെ വിശ്വസിച്ചാൽ അയാളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അയാൾ കൃത്യമായിട്ട് ചെയ്യും. അതുകൊണ്ട് BJP-യുടെ ഉണ്ടാകണം എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ BJP-യുടെ വി രാജേഷ് മാത്രം പോരാ, അവിടെ BJP-ക്ക് അകത്ത് MLA-മാരുണ്ടാവണം, ഒരുപക്ഷെ MP-മാരുണ്ടാവണം, കേരളം മൊത്തം BJP ഉണ്ടാകണം. അതിനെ ഏൽപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കോർപ്പറേഷൻ നിങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ചപ്പോൾ അതിനകത്ത് വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാ പിന്തുണയും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. മറ്റേ അടുത്ത് ബംഗാളി ഓടിച്ച് നമ്മുടെ ഇദ്ദേഹത്തെ ഡൽഹിക്കും വിട്ടു. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഏതായാലും തിരുവനന്തപുരം ഇളകി മറിയുന്നു. കാരണം ഇതിനകത്ത് വേറെ മോദി വന്നപ്പോഴത്തേനും തിരുവനന്തപുരം ഇളകി മറിയുന്നത്. പാർട്ടിയില്ല, ജാതിയില്ല, സംവിധാനമില്ല, എല്ലാം. മറ്റേടത്ത് ഇതാരും അറിയാതെ ഒരു സാധനം വന്നിട്ട് തിരിച്ചുപോയി. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം.